അപ്പോൾ വേനൽക്കാലമാണ്, എന്നാൽ മാമ്പഴക്കാലം കൂടിയാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാല ഓർമ്മകളിൽ പഴുത്ത് തുടുത്തു നിൽക്കുന്ന ഒരു മാമ്പഴക്കാലം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 12 വർഷമായി കൊച്ചി തമ്മനത്ത് മാമ്പഴങ്ങളുടെ വ്യത്യസ്തമായ ഒരു മേള നടക്കുന്നുണ്ട്. കാണാം കുറച്ച് മാമ്പഴ കാഴ്ചകൾ. പാലാരിവട്ടം തമ്മനത്തെ SS ബസാറിൽ മാമ്പഴങ്ങളുടെ ഉത്സവമാണ്. കടുത്ത വേനലിലും മലയാളികൾക്ക് മാമ്പഴങ്ങൾ എന്നാൽ ഒരു വികാരമാണ്. എനിക്കും. അൻപതിലേറെ മാമ്പഴ വൈവിധ്യങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലും മാമ്പഴ പ്രേമികളുടെ ഇടയിലും ഈ കട ഇപ്പോൾ ഫേമസ് ആണ്. SS ബസാർ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിപ്പോൾ 10 വർഷത്തോളമായി കടപ്പുറത്ത്. മാങ്ങ എല്ലാ കൊല്ലവും മാങ്ങയുടെ ബിസിനസ് ഉണ്ട് ഇവിടെ. മാങ്ങ തമിഴ്നാട്ടിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, പിന്നെ ഇവിടുത്തെ തോട്ടങ്ങളിൽ നിന്നൊക്കെ എടുക്കും. മാവൊക്കെ ലേലം വിളിച്ചെടുത്ത് കെമിക്കലൊന്നും ഇല്ലാണ്ട് പച്ചയായിട്ട് തന്നെ തേങ്ങ പഴുപ്പിച്ച് ഇവിടെ തന്നെ പഴുത്ത് വിൽക്കുകയാണ്. എല്ലാത്തരം മാമ്പഴങ്ങളും SS ബസാറിൽ സമീപിക്കുക. വേറെ കെമിക്കലൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല മാങ്ങ എല്ലാവർക്കും കൊടുക്കാം. അത് മാങ്ങാ സീസണാണ് ഇപ്പോൾ. അപ്പോൾ സീസണിൽ മാങ്ങയാണ് നിൽക്കുന്നത്. പിന്നെ ഓറഞ്ച് സീസൺ ആകുമ്പോൾ ഓറഞ്ച് ആവും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും മാമ്പഴങ്ങളാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഓരോ സീസണിനനുസരിച്ചുള്ള വിവിധ പഴവർഗ്ഗങ്ങളുടെ കച്ചവടം ഇവിടെ ഉണ്ടാകും. എങ്കിലും ഈ കട അറിയപ്പെടുന്നത് മാമ്പഴങ്ങളുടെ പേരിലാണ്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളത് ഗുദാദാത്ത് എന്ന് പറഞ്ഞ മാങ്ങയുണ്ട്, തമ്പൂർ എന്ന് പറയുന്ന മാങ്ങയുണ്ട്, പഞ്ചവർണ്ണമുണ്ട്, സിന്ദൂരമുണ്ട്, പലതരം മാങ്ങകളുണ്ട്. പിന്നെ മെയിനായിട്ട് നാടൻ മാങ്ങകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ എന്തായാലും പുറത്തുനിന്ന് വേറെ മാങ്ങകൾ വരുന്നുണ്ട്. എല്ലാവർക്കും മാമ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രേസ് ആണല്ലോ. അതുകൊണ്ട് കച്ചവടത്തിന് കുറവൊന്നുമില്ല, നല്ല രീതിയിൽ കച്ചവടമൊക്കെ പോകുന്നു. ചന്ദ്രക്കാരനും സിന്ദൂരനും അൽഫോൺസയ്ക്കും മൽഗോവയ്ക്കും ഒക്കെ പുറമെ പുതിയ ഇനം മാമ്പഴങ്ങൾ പരീക്ഷിക്കുവാനും ആളുകൾ എത്തുന്നുണ്ട്. ഈ മധുര മനോഹര മാമ്പഴ സ്വപ്നത്തിനിടയിൽ നിന്ന് ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.